നമ്മൾ ഇന്നൊരു യാത്ര പോവാട്ടോ. എങ്ങോട്ടാണെന്നല്ലേ? കേരളത്തിലോട്ട് തന്നെയാണ്, പക്ഷേ വീട്ടിലോട്ടല്ല. വൈകിട്ട് ഒരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഇറങ്ങി നടക്കുക കേട്ടോ. നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് ബസ്. ഇവിടെ നമ്മൾ ലോക്കൽ ബസ്സിന് കയറി കീഴാമ്പക്കത്ത് ബസ് സ്റ്റോപ്പിൽ ചെല്ലും. അവിടെ നിന്നാണ് നമ്മുടെ ബസ്. അങ്ങനെ കിട്ടിയില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ ബസ് പിടിച്ചത് കേട്ടോ. ട്രാഫിക് കാരണം ഞങ്ങൾ കറക്റ്റ് സമയത്താണ് അവിടെ ചെന്നത്. 8:30-ക്കായിരുന്നു ബസ്. ഒരു 2 മിനിറ്റ് ഉള്ളപ്പോഴാണ് അവിടെ ചെന്നത്. 2 മിനിറ്റും കൂടെ ലേറ്റ് ആയിരുന്നെങ്കിൽ ബസ് പോയേനെ. KSRTCയുടെ സ്വിഫ്റ്റിനാട്ടോ പോയത്. യാത്രയൊക്കെ അടിപൊളിയായിരുന്നു, ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അങ്ങനെ രാവിലെ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കേരളത്തിലെത്തി. സ്ഥലം എവിടെയാണെന്നല്ലേ? തൃശ്ശൂരെത്തി. ഇവിടെ എന്തിനാണ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇന്നൊരു മാരേജ് ഫംഗ്ഷൻ ഉണ്ട്. കസിൻ്റെ മാരേജാണ്. അപ്പോൾ അത് കൂടാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇന്ന് വൈകിട്ട് തന്നെ നമ്മളിവിടുന്ന് പോകും കേട്ടോ. ഒരു ഡേ മാത്രമേ ഉള്ളൂ നമ്മളിവിടെ. അങ്ങനെ ഈ കാണുന്നത് തൃശ്ശൂരിലെ സ്കൈ വാക്കല്ലേ, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്കത്ര അറിയില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ ഹോട്ടലിലോട്ട് പോവുകയാണ്. ഹോട്ടൽ ബുക്ക് ചെയ്യുന്നതായിരുന്നു അതിലും രസം. കാരണം ഒരു ഹോട്ടൽ പോലും അവൈലബിൾ അല്ലായിരുന്നു. സൺഡേ ആട്ടോ മാരേജ് നടക്കുന്നത്. അന്നേരം വിളിച്ച് ചോദിച്ചപ്പോഴെല്ലാം ഫുൾ ബുക്ക്ഡ് എന്നായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഈ കല്ലടയുടെ ഒരു ഹോട്ടൽ കിട്ടി. അങ്ങനെ അവിടെ കയറി നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. റൂം കുഴപ്പമില്ലായിരുന്നു. നമ്മൾ കൊടുത്ത എമൗണ്ടിൻ്റെ അത്രയും നല്ല റൂമല്ലായിരുന്നു, എന്നാലും കുഴപ്പമില്ലായിരുന്നു. ഒരു ഡേ മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ വലിയ പ്രശ്നമില്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് നമ്മൾ ചെന്ന് ഒന്ന് ഫ്രഷപ്പായിട്ട് കല്യാണത്തിന് വന്നു കേട്ടോ. കല്യാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചർച്ചിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അവിടുത്തെ തൃശ്ശൂരിലെ ഫേമസ് ആയിട്ടുള്ള ഏതോ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്, മറന്നുപോയി. അങ്ങനെ കല്യാണമൊക്കെ കൂടി ഇതവിടുത്തെ ഓഡിറ്റോറിയമാണ്. നല്ല രസമാണ്. കുറേ കാര്യങ്ങളൊക്കെ ഇതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള ഓപ്പൺ ഓഡിറ്റോറിയത്തിലായിരുന്നു റിസപ്ഷൻ നടന്നിരുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡാണ്. ചുമ്മാ കണ്ടപ്പോൾ വന്ന് നോക്കിയതാണ് കേട്ടോ. നല്ല രസമാണ്. കുറേ കാര്യങ്ങൾ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര വൈബ് ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്, നല്ല ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ്. അതിൻ്റെ ബാക്ക് സൈഡ് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്കതുവഴി ട്രെയിൻ പോകുന്നത് കാണാം കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ മൂടിയൊക്കെ കിടക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ബന്ധുക്കളോട് പറഞ്ഞതുകൊണ്ട് ബാക്കി വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്കും മഴ തുടങ്ങി. ഇനി വൈകിട്ട് 10 മണിക്കാണ് നമ്മുടെ ബസ്. അപ്പം ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.